ഹായ് ഫ്രണ്ട്സ്, നമ്മളെ കിണറിൻ്റെ പണിയാണ് ഇന്ന് കാണിക്കാൻ പോണത്. അപ്പം വെള്ളമില്ലാഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പം നമ്മളെ വീട്ടിൽ തന്നെ നമുക്കൊരു കിണർ ദൂരെ പോയിട്ട് വേണം നമുക്ക് വെള്ളം ഏറ്റിക്കൊണ്ട് വരാൻ. അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഒരു കിണർ കുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വിജയിക്കും എന്താവുന്നൊന്നും അറിയില്ല. അപ്പം ഇന്ന് ആ വീഡിയോ ആണ് കാണിക്കാൻ പോണത്. ഇപ്പോൾ രണ്ടാൾ താഴ്ചയായിട്ടുണ്ട് കേട്ടോ. ഒരാൾ അവിടെ കിളക്കുകയാണ്, ഒരാൾ മേലെന്ന് മണ്ണെടുത്ത് കൊണ്ടുപോകാനുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ ആണ് അവർ മണ്ണ് കൊണ്ടുവന്ന് ഇങ്ങനെ ഇടുന്നത് കിണറ്റിൽ നിന്ന് കോരി. അപ്പോൾ ഓരോ പ്രാവശ്യവും ഓരിങ്ങനെ മണ്ണ് കൊണ്ടുവന്ന് ഇവിടെ കൊട്ടയിൽ കൊണ്ടുവന്ന് ഇടുമ്പോഴും ഞാനിങ്ങനെ വന്ന് ചെക്ക് ചെയ്ത് നോക്കും. ഈ മണ്ണ് നമ്മളൊരു ടെൻഷൻ കൊണ്ടാണ് നോക്കണത്. അപ്പോൾ ഈ മണ്ണ് കണ്ടോ, ഈ മണ്ണിൽ വെള്ളത്തിൻ്റെ വല്ല അംശം ഉണ്ടോയെന്ന്. അപ്പോൾ ഇപ്പോൾ എന്താണ് അങ്ങനെ ഉരുട്ടി നോക്കുമ്പോഴൊക്കെ ഉരുളയാകുന്നുണ്ട്. കുറച്ച് മണ്ണിൻ്റെ നനവ് കാണുന്നുണ്ട് മണ്ണിൽ. അപ്പോൾ ചെറിയൊരു പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ എന്തായാലും വെള്ളം കാണും തന്നെയാണ്. ഇപ്പോൾ അടുത്ത് തന്നെ കാണുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ വെള്ളം കാണുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. വെള്ളം കണ്ടിട്ടുണ്ട് കേട്ടോ നമ്മളെ കിണറ്റിൽ. ഭയങ്കര സന്തോഷമായി. പിന്നെ നമ്മളെ മുറ്റത്ത് നമ്മൾ ഒരു വെള്ളത്തിന് വേണ്ടി തോടൊക്കെ ഇങ്ങനെ ഉണങ്ങി കിടക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ കുടിവെള്ളത്തിന് അത്രയും ദൂരം പോയി നമ്മൾ കഷ്ടപ്പെടുമ്പോൾ നമ്മളെ മുറ്റത്തും ഉണ്ടല്ലോ വെള്ളം, എല്ലാ സ്ഥലത്തും വെള്ളമുണ്ട്. പക്ഷെ അത് കുത്തിയെടുക്കാനുള്ള കഴിവ്, സാമ്പത്തിക സ്ഥിതി നമുക്കില്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് വെള്ളം കണ്ടപ്പോൾ. അപ്പോൾ എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെ ഞാൻ ഇന്നിപ്പോൾ ഇനി ഒരു പ്രാവശ്യം കൂടി നമുക്ക് വെള്ളത്തിന് അങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ ഇന്നിപ്പോൾ തീറ്റ വെള്ളം എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എത്ര ദൂരേന്നാണ് ഞാൻ വെള്ളം കൊണ്ടുവരുന്നത് ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ലാസ്റ്റാണ്. അപ്പോൾ ഞാൻ വെള്ളം കൊണ്ടുവരുന്നത് ഞാൻ കുട്ടീനെ കൊണ്ട് ഇടിപ്പിച്ചിട്ട്, ഇസ്മായിൽ അവിടുന്ന് ചീത്ത അറിയണം, എന്തിനാ വെച്ചാൽ കരയണമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഒച്ചിരുന്നുണ്ട്. അപ്പോൾ ഞാൻ വെള്ളം കൊണ്ടുവരുന്നത് ഓളെ കൊണ്ട് ഇന്ന് ലാസ്റ്റാണല്ലോ. അപ്പോൾ ഞാൻ എടുപ്പിച്ചിട്ട് ഞാൻ അതും കൂടി ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ എവിടെ നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത്, എത്ര ദൂരെ നിന്നാണ് കൊണ്ടുവരുന്നതെന്നും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ കിണറിലേക്ക് ഇറക്കാനുള്ള റിങ്ങാണ് കേട്ടോ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് അവർ ഇറക്കി ഉരുട്ടിക്കൊണ്ട് വരികയാണ്. അപ്പം ചെറിയ റോഡാണ് കേട്ടോ നമ്മളെ വീടിൻ്റെ മുന്നിൽ കൂടെ ഉള്ളത്. ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വലിയ വണ്ടി അവിടെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ റോഡ് മൊത്തത്തിൽ ബ്ലോക്ക് ആവും. പിന്നെ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നും പറ്റൂല കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് അവരത് ഇറക്കി ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പം നമ്മളെ വെള്ളം കണ്ടോ, ഇതാണ് താഴെ ഇതാക്കണ വെള്ളം കാണുന്നത്. അപ്പം അതിന് നമുക്ക് ആദ്യത്തെ കുറച്ച് വെള്ളം മുക്കിയെടുക്കണം. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പം നമ്മളെ അവസാനത്തെ റിങ് ഇടുന്ന പണി കഴിഞ്ഞു. ഇനി അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ 2 റിങ്ങിൻ്റെ ഇടയിലുള്ള നമ്മൾ ചളിയൊക്കെ ഇറങ്ങണേന് നമുക്കതൊന്ന് ഇത് ചെയ്യണം, അടയ്ക്കാനുണ്ട് ആ ഓട്ടയൊക്കെ. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൊട്ടയിൽ സിമെൻ്റ് ഇറക്കി കൊടുത്തിട്ട് അയാൾ കണ്ടില്ലേ നല്ല കൂളായിട്ട് പേടിയൊന്നും ഇല്ലാതെ തന്നെ കണ്ടോ സൂപ്പറായിട്ട് ഇറങ്ങി റൗണ്ടായിട്ട് അത് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ താഴെ വരെ അത് തേക്കാനുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വെള്ളത്തിന് പോകട്ടോ. വെള്ളത്തിന് പോവാനുള്ളത് ഇങ്ങനെ വാടാമനെ വീഡിയോ എടുത്തുണ്ടോ, അതിലെങ്ങനെ പോകണം കേട്ടോ. കാണിച്ചു തരാം. ആ ഒരു റോഡ് കണ്ടോ, ആ റോഡ് കൂടെ ഇങ്ങനെ പോകണം. വാ മനെ വാ. അവിടെ ഒരു മരക്കുറ്റി കാണുന്നുണ്ടോ ഓണെ, അത് ഞാൻ ചുടാൻ നോക്കിയതാണ് കേട്ടോ. പക്ഷെ അത് കത്തി പോയിട്ടൊന്നുമില്ല.
ഞാൻ ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാം. ബാക്ക് ക്യാമറ ആക്കാൻ വെക്കണില്ല. ഇതുണ്ടോ, ഈ റോഡാണ്. ആ റോട്ടിൽ കൂടെ അങ്ങനെ നീളം പോകണം. ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. വെള്ളം മുക്കാനായിട്ടില്ല. വീഡിയോ അപ്പോൾ വെള്ളം കൊണ്ട് തിരിച്ചു പോരുകയാണ് കേട്ടോ. അപ്പം ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കണത്. കുട്ടി എടുത്തിട്ട് ശരിയാണില്ല. അപ്പം ഒരു കയ്യിൽ ഇതും എടുത്തിട്ട് വരാൻ കേട്ടോ. അതുകൊണ്ടാണ് സംസാരിക്കാൻ പറ്റാത്തത്. വെള്ളം അവിടെ വെക്കട്ടെ കേട്ടോ. നമുക്ക് ഇതിന്ന് മുക്കാൻ തുടങ്ങാം കേട്ടോ. ഇന്നും കൂടി മതിയായിരുന്നു. അപ്പം വെള്ളം നമുക്ക്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇപ്പം ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ.